ഒരു കാര്യമില്ലാത്ത കാര്യം നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾക്ക് വേറെ ചോദിക്കാനില്ല. കാരണം അങ്ങനെ ഒരു കേസ് എന്റെ പേരിൽ ഇല്ല. നിങ്ങൾ കൊണ്ടുപോയ എഫ്ഐആർ ഞാനിത് 1000 വട്ടം പറഞ്ഞതാണ്. നിങ്ങളുടെ ദുരുദ്ദേശമാണിത്. കാരണം നല്ല ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കും. കെ സുരേന്ദ്രന്റെ പേരിൽ അങ്ങനെ ഒരു എന്റെ പേരിൽ 376 കേസുണ്ട്. ഞാൻ പറയാം, 376 കേസുണ്ട്. ആ കേസുകളെല്ലാം കട്ടതിനും പിടിച്ചു പറിച്ചതിനൊന്നുമല്ല, സമരം ചെയ്തിട്ടാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേസുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ പറയുന്ന ഒരു കേസ് എന്റെ പേരിൽ ഇന്നേ വരെ ആരും ചാർജ് ചെയ്തിട്ടില്ല. എന്റെ പേരിൽ കാസർഗോഡ് ഒരു കേസുണ്ട്, അത് ജാനുവിന്റെ കേസ്. എന്റെ പേരിൽ മഞ്ചേശ്വരത്ത് ഒരു കേസുണ്ട്, സുന്ദരയുടെ കേസ്. നിങ്ങൾ ചോദിക്കുന്ന കേസ് എന്റെ പേരിൽ ഇല്ല. ഇല്ലാത്ത കേസിന്റെ പേരിൽ എന്നും ഇത് ചോദിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് വേറെ നാണമൊന്നുമില്ല. അല്ലല്ല, BJPയുടെ അങ്ങനെ ഒരു കേസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? അങ്ങനെ ഒരു കേസ് എന്റെ പേരിലില്ല. 376 കേസുകളുണ്ട്. ഞാൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആ കേസുകളുടെ എല്ലാ വിവരങ്ങളും 4 പത്രങ്ങളിൽ 2 ചാനലുകളിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആദ്യം നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വേണം എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. അമേഠിയിൽ സംഭവിച്ചത് വയനാട്ടിൽ സംഭവിക്കുന്നത്, അമേഠിയിൽ സംഭവിച്ചത് വയനാട്ടിൽ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. UDF ഇന്നലെ മുതൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് BJP കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കാൻ CPM നേതാക്കൾ മുഖ്യമന്ത്രിയുടെ സഹായത്തോടെ ശ്രമിക്കുന്നത്. അതിന് കാരണം ഈ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഭയക്കുന്നതാണ്. അങ്ങനെ ഒരു ധാരണ BJP. ഞങ്ങള് ഈ ഏജൻസികളെ ഒന്നും വെച്ചിട്ടല്ല. BJPക്ക് സ്പേസ് ഉണ്ടാവുന്നത് BJP കഠിനാധ്വാനം ചെയ്തിട്ടാണ്. കോൺഗ്രസുകാരെ പോലെയോ CPMകാരെ പോലെയോ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തമാശയായിട്ട് എടുക്കുന്നവരല്ല ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനം പാർട്ടി എടുക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കാണുമ്പോൾ മനസ്സിലാവും. രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല. ഞങ്ങള് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടും. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു MP ഇന്ത്യയിലില്ല. ഒരു ഉത്തരവാദിത്വവും ജനങ്ങളോട് ഇല്ലാത്ത ഒരു MPയാണ് രാഹുൽ ഗാന്ധി. അഴിമതിയുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഭരണഘടനാപരമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ പിന്നെ വന്നോളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, 6000 കോടി BJPക്ക് കിട്ടിയെന്ന് പറയുന്നു. 14,000 കോടി കിട്ടിയവരെ കുറിച്ച് എന്താണ് നിങ്ങൾ പിണ്ടാത്തത്? 6000 കോടി BJPക്ക് കിട്ടിയതാണെങ്കിൽ ബാക്കി കിട്ടിയ 14,000 കോടി അഴിമതിയാണെന്ന് പറയേണ്ടി വരില്ലേ? ഇതിൽ എന്താണ് അഴിമതിയുള്ളത്? ഒരു അഴിമതിയില്ല. മാർട്ടിന്റെ കാശ് വാങ്ങിയിട്ട് തിന്നവരാണ് CPMമാര്. DMK മാർട്ടിന്റെ കയ്യിൽ നിന്ന്, അതായത് വ്യാജ ലോട്ടറിക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിൽ 10 കോടി രൂപ ഒരു നാണവുമില്ലാതെ വാങ്ങി കയ്യിൽ വെച്ചവരാണ്. എന്നിട്ട് ശങ്കരാടി പറയുന്നത് പോലെ ശുദ്ധമാണെന്ന് പറയുന്നത്. ആ വർത്തമാനം രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങ് മത്സരിക്കാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ അളിയനായ റോബർട്ട് വധേര അദ്ദേഹത്തിന് കേസ് ഒഴിവാക്കിയതും വെറുതെയാണ്. നിങ്ങൾ എങ്ങനത്തെ ഈ ക്യാപ്സൂളൊക്കെ AK സെന്ററിൽ നിന്ന് ഇറങ്ങുന്നതാണോ അതല്ല വേറെ എവിടെന്നെങ്കിലും ഇറങ്ങുന്നതാണോ? ചോദിക്കും. കോൺഗ്രസിന്റെ ആള് പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ ആളല്ല, അവരോട് ചോദിക്കും. വധേര കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും വാട്സ്ആപ്പ് മെസ്സേജ് കണ്ടിട്ട് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? വേറെ കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കാൻ നടപടി വരുന്നത് അതിനെക്കുറിച്ച് എങ്ങനെ? കേന്ദ്ര ഏജൻസികൾ ED പോലുള്ള ഒന്നാമത്തെ എന്താ അറിയോ, നിങ്ങളെല്ലാം ഇത്രയും ഒരു മഹാനഗരത്തിലെ മാധ്യമപ്രവർത്തകർ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കേന്ദ്ര ഏജൻസി നടപടി നിയന്ത്രിക്കാൻ നടപടി വരുമോ? കൊടകര കേസിൽ അങ്ങയുടെ എന്താ? ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതെ എന്തെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഞാനിവിടെ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 കൊല്ലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും. എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വാട്സപ്പ് മെസ്സേജ് കൊണ്ട് ചോദിക്കാൻ വരരുത്. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. രാജ്യത്ത് വിവരാവകാശ നിയമം അടക്കം വന്നിട്ടുള്ള രാജ്യമാണ്. ഇപ്പോഴാണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്യും.
എന്നിട്ട് വെറുതെ ഈ ചോദ്യങ്ങൾ ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചോദിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് NDA സഖ്യം മത്സരിക്കുമ്പോൾ അതിലേറ്റവും കുറവ് വോട്ട് കിട്ടിയ 1 ലക്ഷത്തിൽ താഴെ വോട്ട് കിട്ടിയതിൽ ഭൂരിഭാഗവും BDJSന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. എന്തായിരുന്നു അങ്ങനെ സംഭവിച്ചത്? ഇത്തവണ അത്തരത്തിലൊരു അത് BDJSനും ചില മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്, BJPക്ക് ചില മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നോക്കിയിട്ടല്ലോ ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. മാത്രമായിട്ട് അങ്ങനെ കുറയുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കും. ഇപ്പൊ ഒരർത്ഥത്തില് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നൊരു മെസ്സേജ് കോൺഗ്രസിന്റെ ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള ഒരാൾക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ BJP കൊടുക്കുന്ന മെസ്സേജ് അത് എത്രത്തോളം അപ്രതീക്ഷിതമായിരുന്നു? അല്ലല്ല, അപ്രതീക്ഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് അങ്ങനെയില്ല. ഏത് ജോലി പറഞ്ഞാലും ഏറ്റെടുക്കുക എന്നുള്ളതാണ്.